ഗൈസ്, ഞാൻ എന്ത് തിരക്കിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നല്ലേ. നമുക്കൊരു വാലന്റൈൻസ് ഡേ ബോക്സ് ഉണ്ടാക്കിയാലോ? അതിന് വലുതായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കില്ല. ഇവിടെ ആർക്കും വേണ്ടാണ്ട് കിടന്ന ഒരു ബോക്സ് അടിമുട്ടി ഒന്ന് ചായ മാറ്റിയെടുത്തതാണ്. മുമ്പേ ഗ്രാഫ്റ്റ് ചെയ്ത ആളെ കൊണ്ട് തന്നെ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഒക്കെ എന്റെ കൈമലുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സ്കെയിലും പെൻസിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതർവൈസ് ഈ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അതിനത്ര പൈസ ഒന്നും ഇല്ല കേട്ടോ. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആണ്. ആസ് യു ക്യാൻ സീ ഈവൻ ദിസ് ഹാൻഡ് റൈറ്റിംഗ് ഓൾസോ. സ്വന്തമായി തന്നെ ക്രിയേറ്റ് ചെയ്ത 2 ഹാൻഡ് ചെയിനും ആൻഡ് ഒരു നെക്ക് ചെയിനുമാണ് ഞാനിപ്പോ പാക്ക് ചെയ്യുന്നത്. ഇനി ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ 2 കട്ടിയുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്യുക. ഒന്ന് നോർമൽ റെക്ടാംഗിൾ ഷേപ്പിലും ഒന്ന് ഇതുപോലെ ലെക്കോട്ടിന്റെ ഷേപ്പിലും. ഇതാണ് മെയിൻ സംഭവമായിട്ടുള്ള ഡബിൾ സൈഡ് ടൈപ്പ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. ആസ് യുവർ പ്രിഫറൻസ്. ഒരു പേപ്പറിൽ മാത്രം 3 സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, പറിച്ചു കൊടുക്കുക. കൂടെ മറ്റേ പേപ്പറും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഡബിൾ സൈഡ് ടൈപ്പ് ഞാനായിട്ടൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12 വർഷമായിട്ട് 30 കൂടെ കുടിക്കി. വെള്ളം വറ്റാത്ത കിണർ എന്നൊക്കെ പറയുന്ന മാതിരി ഇതുവരെ തീർന്നിക്കില്ലടോ. ഒറ്റൊരു സാധനം മാത്രം ഉപയോഗിച്ചിട്ട് എന്തോരം ഗ്രാഫ്റ്റ് ചെയ്തെന്നറിയാം. പല ക്രാഫ്റ്റേഴ്സിനും ഗ്ലൂഗൺ ഇല്ലാണ്ട് കാര്യം നടക്കൂല എന്ന് പറയുന്ന മാതിരി എനിക്ക് ടാപ്പ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലെക്കോട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് മൊഞ്ചാക്കിയിട്ട് അടിപൊളിയായിരിക്കും. ഇനി പെട്ടി പാക്ക് ചെയ്യാം. ഇതൊരു സൺസ്ക്രീനും മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം ക്യൂട്ടായിട്ട് തന്നെ ഞാനത് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലെക്കോട്ട് നല്ല വിന്റേജ് രീതിക്ക് തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അതിലേക്ക് ഒരു ലെറ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ സ്ക്രാപ്പ് ബുക്ക് അല്ലെങ്കിൽ മിനി ആൽബം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ലേ, അതും കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്റടാ, നമ്മുടെ ഗിഫ്റ്റ് റെഡി. എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അത് ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴുള്ള ഫീല് വേറെ തന്നെ. അത് കൊടുക്കുന്ന ആൾക്കാണെങ്കിലും കിട്ടുന്ന ആൾക്കാണെങ്കിലും. കാരണം ഈ ഗിഫ്റ്റിൽ സ്നേഹം മാത്രമല്ല എഫോർട്ടും കൂടെ മിക്സ് ആയിട്ടുണ്ട്. സോ അപ്പം ഇത്രയേ ഉള്ളൂ.